നിനക്ക് മാസാമാസം ചെലവിന് അയച്ചു തരാൻ. നീ വേറെ എവിടെയെങ്കിലും പോയി നിൽക്കുവോ? പറ്റിപ്പോയി. പറ്റിയത് നിനക്കല്ല, അച്ഛന്. അച്ഛന് പറ്റിയത് നമ്മളുണ്ട്. അച്ഛന് പറ്റിയത് നമ്മളുണ്ട്. അളിയൊരു ടി വി കയറണോ അല്ലേ? ഓ അത്ര ഉള്ളോ? എത്ര ഉള്ളടാ? CCTV. അളിയന് വൈറലാവണമെങ്കിൽ ഏതെങ്കിലും CCTVയുടെ മുമ്പിൽ ചെന്ന് ഹീറോയിസം കാണിച്ചാൽ മതി. ഞാൻ ഈ CCTVയുടെ മുമ്പ് എന്തോ ഹീറോയിസം കാണിക്കും. അല്ലെങ്കിൽ CCTVയുടെ മുമ്പിൽ ചെന്നേ നിക്കറേറ്റ് ഇങ്ങനെ വിലങ്ങാൻ പറ്റി. നിക്കറേറ്റ് ഇങ്ങനെ വിലങ്ങാൻ പറ്റി. ചിലപ്പോ ഈ പാലിന്റെ ആയിരിക്കും കേട്ടോ. ഞാനും വിചാരിക്കുന്നു 2 ദിവസമായിട്ട് പാലൊരു സുഖമില്ല. അല്ലെങ്കിൽ ഈ പാലെന്ന് പറഞ്ഞ് പാക്കറ്റ് വരുന്നത് പശുമായിട്ട് ബന്ധപ്പെട്ടതോ പശു കണ്ടിട്ടുള്ളോ സാധനമാവാൻ വഴിയില്ല. അല്ലെങ്കിൽ ശരിക്കുള്ള പാല് പശു കാണുന്നില്ലല്ലേ, പശുവിന്റെ ബാക്കിൽ കൂടെ അല്ലേ വന്ന് കിടക്കുന്നത്. അവിടെ ഒരു ട്രാൻസ്ഫോമർ ഒക്കെ ഇരിപ്പുണ്ട്, അതിന്റെ സൈഡിലൊരു വീട്. എടാ എന്റെ അറിവില് ഈ പരിസരത്ത് ഒരു 50 വർഷമില്ല. എന്നാ ചെല്ല അച്ഛൻ പോയി വാഴ. 10-25 വർഷം മുമ്പ് എനിക്ക് ആ ബുദ്ധി വന്നു. ഇനിയിപ്പോ വാഴ വെച്ചിട്ടുണ്ട്. അളിയന്റെ കൺമണിയാണായിരിക്കണം, മാമനെ പോലെ ഇരിക്കണം, അവൻ ജോലിക്ക് പോകാതിരിക്കണം. നീ ഇവിടെ തന്നെ നിൽക്കണം. ഞാൻ ഉണക്കാനുള്ള മുള എടുത്തോണ്ട് വരട്ടെ. അച്ഛൻ എന്താ ഉദ്ദേശിച്ചേ? നീ ഇവിടെ നിൽക്കുമ്പോ കാക്ക വരത്തില്ല. എടാ നമ്മൾ കാണുന്നത് അതുപോലെ വരയ്ക്കുന്നതല്ല കല. നമ്മൾ അതിനെ നമ്മുടേതായിട്ടുള്ള രീതി ഇന്റർപ്രറ്റ് ചെയ്യണം. വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല കേട്ടോ. ചേട്ടനെ വിധവയാക്കാൻ വയ്യാത്തോണ്ട് ഞാനൊന്നും പറയുന്നില്ലേ. വിധവയല്ലടാ, വിധവൻ. ഈ ഭാര്യ മരിച്ചു പോയ ഭർത്താവിന് എന്താ പറയുന്നത്? ഭാഗ്യവാൻ. ഭാഗ്യവാൻ എന്നാ പിള്ളേരൊക്കെ നേരെ വളർത്തണം. നേരെ തന്നെ വളർത്തി വെച്ചേക്കണം. അത് കാണാനുണ്ട്, നേരെ വളർത്തി വെച്ചത്. നിന്റെ അച്ഛനെ കാണണ്ടു കേട്ടോ. എന്റെ അച്ഛൻ പിന്നെ ആരാ? ചേട്ടന്റെ കൊച്ചച്ഛനാണോ? എന്ത് ചാൻസ് ആയിരിക്കും പറഞ്ഞ മോട്ടിച്ചെന്ന് മാത്രം പറയല്ലോ, അതിന് കിട്ടല്ലോ. അപ്പൊ അന്ന് തിയേറ്ററിൽ നിന്ന് ഹെൽമെറ്റ് മോട്ടിച്ചതോ? തിയേറ്ററിൽ നിന്ന് ഹെൽമെറ്റ് മോട്ടിച്ചതോന്ന്? അത് എന്റെ ഹെൽമെറ്റ് ഒരു എടുത്തോളൂ വീട്ടില്. അതുകൊണ്ട് അതുകൊണ്ടാ എന്റെ സാധനം ഒരു എടുത്താൽ നമ്മൾ കാണുന്ന സാധനം എടുക്കും. അതിപ്പോ ഹെൽമെറ്റ് ആയാലും ശരി, ചെരുപ്പ് ആയാലും അങ്ങനെ. അല്ലെങ്കിൽ കയ്യൂക്ക് കാണിക്കാൻ നിങ്ങൾക്ക് അറിയുള്ളൂ, അല്ലാതെ സംസാരിച്ച് നിൽക്കണമെങ്കിലേ തലയ്ക്കകത്ത് ആൾതാമസം വേണം. അയ്യോ, നിങ്ങളൊക്കെ വലിയ ബുദ്ധിയുള്ള ആൾക്കാര്. റേഡിയോ കണ്ടുപിടിച്ച ആരടി? ആരാ? ആര് പറഞ്ഞു അങ്ങോട്ട്? തട്ടിന്റെ പണിക്ക് വന്ന് ഷിബു. തട്ടിന്റെ പണിക്ക് വന്ന് ഷിബു. അതുകൊണ്ടല്ലോ പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ചില്ലായിരുന്നു. നീ പഠിച്ചില്ലായിരുന്നു, എനിക്കറിയാം. പഠിച്ചായിരുന്നു. സ്കൂളിൽ പഠിച്ച സമയത്ത് ചേട്ടന് കുറച്ച് കളക്ഷൻ എടുക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. കളക്ഷനോ? അതമ്മയ്ക്ക് അറിഞ്ഞൂടെ? കളക്ഷൻ മീൻസ് വായ് നോട്ടം. അത് നിനക്ക് എങ്ങനെ അറിയാം? അതൊക്കെ ഉണ്ട്. നിനക്ക് എന്തോന്നിനടാ ഇപ്പൊ 15,000 രൂപ? അത് ഈ ഒരിടത്ത് തന്നെ ഇരുന്ന് ചവിട്ടുന്ന സൈക്കിളില്ലേ, ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് ചവിട്ടുന്ന സൈക്കിള്, അത് വാങ്ങിക്കാം. അത് ശരി. എടാ എല്ലായിടത്തും പോകാൻ പറ്റുന്ന സൈക്കിളിന് 5,000 രൂപയല്ലേ ഉള്ളൂ. പിന്നെ എന്തോന്നിനടേ ഈ ഒരിടത്ത് മാത്രം ഇരുന്ന് ചവിട്ടുന്ന സൈക്കിൾ 15,000 രൂപ? ഈ പറയുന്ന ആളെ ഗൂഗിളിന്റെ MD ആണല്ലേ. പശുവിന്റെ പ്രസവം എടുക്കുന്ന പരിപാടി. കമ്പൗണ്ടർ ഉത്തമൻ. എനിക്ക് വേറെ ജോലി കിട്ടാത്തൊന്നും കൊണ്ടല്ല, എനിക്ക് മൃഗങ്ങളോടുള്ള താല്പര്യവും ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ആ ജോലിക്ക് പോണേ. എനിക്ക് ഇതുവരെ സ്നേഹം ഉണ്ടായിട്ടാ. ആരോട്? എന്നോട് തന്നെ. നിനക്ക് നിന്റെ ചേട്ടന്റെ അടുത്ത് പറഞ്ഞ് ഒരു സ്കൂട്ടർ വാങ്ങിച്ചു കൊടുത്താൽ എന്തായിരുന്നു കുഴപ്പം? എന്റെ സ്വന്തം അച്ഛനെ പോലും ഞാൻ വാങ്ങി കൊടുത്തില്ല, പിന്നെ ആയിനി. ഓ, നിന്റെ അച്ഛൻ സ്വന്തം അച്ഛൻ. എന്റെ അച്ഛൻ ആര്? പള്ളിയിലച്ഛൻ.